ഇന്നലെയുണ്ടായ വാൽപ്പാറ വാഹന അപകടത്തിൽ മരിച്ച ഓരോരുത്തർക്കും യാത്രാ മൊഴിയേകുകയാണ്. നാട ഇതുമ്പലോടെ കണ്ണീരോടുകൂടിയായിരുന്നു പൊതുദർശനത്തിനെത്തിയ ഓരോരുത്തരും. അപകടത്തിൽ മരിച്ച 9 പേർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഇപ്പോൾ പൊതുദർശനത്തിന് പിന്നാലെ ഇപ്പോൾ അത് പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെയുള്ള പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വാൽപ്പാറ വാഹന അപകടത്തിൽ മരിച്ച പ്രധാന അധ്യാപിക അജിത ടീച്ചറുടെ സംസ്കാരം ഉച്ചയോടുകൂടി നടക്കുമെന്നാണ് അറിയുന്നത്. പുലാമന്തോളിലെ അജിത ടീച്ചറുടെ വീട്ടിൽ നിന്ന് സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. സലാം, മൃതദേഹം അവിടെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞില്ലേ? അവിടെ ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണോ? എത്ര മണിയോടെയാണ് സംസ്കാര ചടങ്ങ്? ദിവ്യ, ഉച്ചയോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ളതാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഞങ്ങളുള്ളത് പുലാമന്തോളിലെ അജിത ടീച്ചറുടെ വീട്ടിലാണ്. പാലൂർ എന്നൊരു സ്ഥലത്താണ് ഈ വീടുള്ളത്. ഇവിടെ ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതോടൊപ്പം തന്നെ PK ശ്രീമതി, EP ജയരാജൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി. അതിനുശേഷം ഇപ്പോൾ നേരത്തെ നമ്മൾ പൊതുദർശനത്തിന് വെച്ച സ്കൂളിൽ കണ്ടതുപോലെ അതിന് സമാനമായ രീതിയിൽ നിരവധി ആളുകളാണ് ഈ വീടിന് ചുറ്റും താമസിക്കുന്നവർ. ഈ അജിത ടീച്ചറുമായി ബന്ധമുള്ള നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുദർശനം വെച്ചതിനു ശേഷം ഉച്ചയോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ ടീച്ചറുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള തറവാട്ട് വീട്ടിലെ വളപ്പിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകളാണ് ഈ തൊട്ടടുത്തൊക്കെ തന്നെ താമസിക്കുന്നവർ, തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവർ, അങ്ങനെ നിരവധി ആളുകൾ. നമ്മൾ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടതിന് സമാനമായ രീതിയിൽ ഇവിടെയും നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പലർക്കും അവസാനമായി കാണാൻ കഴിഞ്ഞതില്ല. കാരണം അത്തരത്തിലുള്ളൊരു തിരക്കായിരുന്നു അവിടെ അനുഭവപ്പെട്ടിരുന്നത്. ആ രീതിയിൽ അവിടെ നിന്നും കാണാനാകാത്ത ആളുകളൊക്കെ തന്നെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇത് നീണ്ടുപോവുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു 2:30 കൂടി ഒക്കെ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ നിലവിലെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ നിരവധി ആളുകൾ ഇനിയും എത്താനുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തിരക്കുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതൊരു പക്ഷേ 2:30 തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളത് തന്നെ ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ തിരക്കുകളുള്ളത്. അതോടൊപ്പം തന്നെ ഇനിയും നിരവധിയായ ആളുകൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ഇനിയും എത്താനുണ്ട്. അത്തരത്തിൽ നാട്ടുകാർ ധാരാളമായി ഇവിടെ എത്താറുണ്ട്. അവരൊക്കെ തന്നെ കണ്ടതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. നമുക്കറിയാം, അജിത ടീച്ചറാണ് ആ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ്. LP സ്കൂളാണ് അവർ. അങ്ങനെ സാധാരണ നമ്മൾ വിനോദയാത്രയൊക്കെ തന്നെ പോകുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾ പോകുന്നത് കാണാറുണ്ട്. കുട്ടികളുടെ ഒപ്പം 1-2 ടീച്ചർമാർ, അതല്ലെങ്കിൽ ടീച്ചർമാർ മാത്രമായി വിനോദയാത്ര പോകുന്നതൊക്കെ തന്നെ കാണാറുണ്ട്. ഇത് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് മുതൽ പാചകം ചെയ്യുന്ന സാധ്യത എന്ന് പറയുന്ന ആ സ്ത്രീ വരെ അവരെ കൂടി ഉൾപ്പെടുത്തി സ്കൂളിലെ എല്ലാ വിഭാഗം ആളുകളെയും വിവിധ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒത്തൊരുമയോടുകൂടി ഒരു വിനോദയാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന് നേതൃത്വം കൊടുത്ത ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള അജിത ടീച്ചർ എത്രത്തോളം ഒത്തൊരുമയോട് കൂടിക്കൊണ്ടാണ് ആ സ്കൂളിനെ കൊണ്ടുപോയിരുന്നത്. അവിടെ കുട്ടികൾ എത്രത്തോളം സന്തോഷത്തിലായിരിക്കാം പഠിച്ചിരുന്നത് എന്നതൊക്കെ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ആ തരത്തിലാണ് അവർ ഒരുമിച്ചാണ് യാത്ര പോയത്. അത് ഒരു പക്ഷേ അവസാന യാത്രയാകുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല. നിർഭാഗ്യവശാൽ അതൊരു ദാരുണമായൊരു അന്ത്യത്തിൽ കലാശിച്ചോ, അല്ലെങ്കിൽ അവരുടെ യാത്ര ഒടുവിലത്തെ യാത്രയായി മാറി. ഏതായാലും വലിയ ദാരുണമായ അന്ത്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർക്കൊക്കെ ഇവരെക്കുറിച്ച് പറയുമ്പോൾ വലിയ ഒരു ഇവരുടെ ഇടപെടലായാലും അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ കുട്ടികളോടായാലും നാട്ടുകാരോടായാലും ഒക്കെ തന്നെ വലിയ സൗമ്യതയോടുകൂടി വലിയ സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്ന ഒരു അധ്യാപിക തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്കൂളിനെ ഒത്തൊരുമയോടുകൂടി, അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്, എല്ലാവരെയും ഒത്തൊരുമിച്ച് വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി നന്നാക്കണം എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നൊരു സ്കൂളാണ്. അവിടുത്തെ ആ സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക്, കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഹെഡ് മിസ്ട്രസ് ആണ്, സ്കൂളിന്റെ തലവനാണ് ഈ അജിത ടീച്ചർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ടീച്ചർ എത്രത്തോളം ആ കുട്ടികളിൽ സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് ഈ ടീച്ചറുടെ ഈ അവസാനം പോയ വിനോദയാത്ര പോലും എത്രത്തോളം ഒത്തൊരുമയോട് കൂടിയാണ് പോയത്, അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും എത്രത്തോളം ചേർത്ത് പിടിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ടീച്ചറാണ് ഇപ്പോൾ അവസാനമായി ഈ ടീച്ചറെ കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പുലാമന്തോളിലെ വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനം